പടം അടിപൊളി പടം, സ്ഫോടനങ്ങളോടുകൂടാണ് പടം. പട്ടാളത്തുകാരുടെ സിനിമയാണ്, ഒരു രക്ഷയും. കോമഡി ഒന്നുമില്ല. ഹിന്ദി നടൻ വില്ലനായിട്ട് ഹിന്ദി ഹിന്ദി നടന്മാർ വില്ലനാണ്, അതുപോലെ തന്നെ ചെയ്തിട്ടുള്ളത്. അമറക്കും ആ ഒരു ഗംഭീരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം. സൂപ്പറാണ് പടം, സൂപ്പർ. എന്തായാലും പട്ടാളത്തുകാരെ കണ്ടിരിക്കേണ്ട സൂപ്പർ സിനിമയാണ്, സ്ഫോടനങ്ങളോടുകൂടെ എല്ലാം. विलेन का नाम मालूम है, न्यू 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 विलेन है, न्यू विलेन है। अच्छा है, सुपर है, अच्छा अच्छा सुपर है, अच्छा सुपर मूवी है. നല്ല ഫിലിമാണ്. മൂവി അടിപൊളി ത്രില്ലായിരുന്നു. രണ്ടു ആക്ടറൊക്കെ ഒരുമിച്ച് വന്നോണ്ട് നല്ല ത്രില്ല് അടിപൊളി മൂവിയായിരുന്നു. അതും നല്ല ട്വിസ്റ്റ് ആയിരുന്നു. ഇടയിൽ വന്ന് ചെയ്തത് അടിപൊളി ട്വിസ്റ്റ് ആയിരുന്നു. അഫ്കോഴ്സ് എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടും വരണമെങ്കിൽ കുറച്ചും കൂടി ത്രില്ലായിരിക്കും. അടിപൊളി ആക്ഷൻ മൂവിയാണ്. ആയിരിക്കും. ആ പടത്തിൽ നല്ല ത്രില്ല്, ആക്ഷൻ, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്ന അടിപൊളി മൂവിയായിരുന്നു. 3D ആയിരുന്നു. പൃഥ്വിരാജിന്റെ മൂവിയായിരുന്നു. അതുകൊണ്ട് നല്ല 3D അടിപൊളി ഇഷ്ടപ്പെട്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട്. സീൻസ്, ഫൈറ്റിംഗ് സ്റ്റൺസ് എല്ലാം നമ്മൾ വിചാരിക്കാത്തതിനപ്പോൾ ടൈഗർ ഷ്രോഫിന്റെ ഇത്രയും ബെസ്റ്റ് മൂവി, ടൈഗറിന്റെ അക്ഷയ് കുമാറിന്റെ ഇത്രയും ബെസ്റ്റ് മൂവി നമ്മൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നത്. ഈ മൂവി പറയാൻ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. നല്ല സ്റ്റണ്ട് ആക്ഷൻസ്, അതുപോലെ പിന്നെ പൃഥ്വിരാജ് നല്ലൊരു വില്ലനായിരുന്നു. ആടുജീവിതത്തിന് ഒരു അടിയാണ്, പേടി എല്ലാം എക്സ്പീരിയൻസ് ഒരു പ്രാവശ്യം കൂടെ. കാര്യം ആടുജീവിതം ഇമോഷണലാണ്, ബട്ട് ഇത് ഹൈ ഒക്ടേൻ ആക്ഷൻ ആണ്. ഓപ്ഷനില് സീക്വൻസിൽ ഇതാണ് നമ്പർ 1. അത് എവിടെയാണോ നമുക്ക് ഗ്യാരണ്ടി പറയാം. നല്ലൊരു ഫിലിമായിരുന്നു വാച്ച് ചെയ്തതിൽ വെച്ച്. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട് അകത്തുള്ള ട്വിസ്റ്റും മറ്റാ വേറെ ഡാൻസും കളിക്കുന്നത് അതൊക്കെ. ഇപ്പം രണ്ട് ആക്ടർ ഒരുമിച്ച് വരുമ്പോൾ നല്ല ഈ മൂവിൻ്റെത് ഒരു ബോറാക്കിയില്ല. അകത്തുള്ള എല്ലാ ഒരു കോമഡി അകത്ത് ഇട്ടപ്പോൾ നല്ല സീനായിരുന്നു. അകത്തുള്ള എപ്പോഴും അത് സൗണ്ടും ഗവൺമെന്റ് സൗണ്ടും എല്ലാം നല്ല ഇങ്ങനെ പൊളിയായിരുന്നു. നല്ല ഒരു ഇങ്ങനെ ബോർ അടിക്കാനൊന്നും നമുക്ക് പറഞ്ഞില്ല. ഇങ്ങനെ ഫുൾ ഒരു ത്രില്ലായിട്ടാണ് പോയത്. സൗണ്ടും 3D ആയിട്ട് പറയുന്നത് എല്ലാം ഈ എല്ലാം വലി വരുമ്പോഴെല്ലാം നമുക്ക് സീനായിട്ട് കാണാൻ ബോറാക്കാൻ പറ്റില്ല. നമുക്ക് അഞ്ഞൂറാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ 500 വീണ്ടും എടുത്തു വെച്ചിട്ടുണ്ട്. അവർ 2 ഷോ വീണ്ടും കൂടുതൽ കാണാം, അടുക്കുന്നവരെ കാണും. നമ്മൾ ടൈഗറിന്റെ ഒരു ഫാനുമാണ്, ബട്ട് ഫാൻ ആയിട്ടല്ല ഇത് പറയുന്നത്. ടൈഗറിന്റെ ഒരുപാട് മൂവി സ്പോയിൽ ചെയ്തിട്ടുണ്ട്, ബട്ട് ഇത് കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളി മൂവിയായിരുന്നു. അതുകൊണ്ട് 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഇനിയും വാച്ച് ചെയ്യണം. മടുക്കുന്നവരെ എത്രയാണോ അത് വാച്ച് ചെയ്യാൻ തയ്യാറാണ്. मूवी अच्छा है, बहुत अच्छा, हाँ बहुत अच्छा है, बहुत अच्छा. समझा नहीं. നല്ല ഒരു ഇതാണ്. പക്ഷെ നമ്മളെ ഫസ്റ്റ് ആൻഡ് ഹാഫ് നമ്മൾ പ്രതീക്ഷിച്ച അത്ര വന്നില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് നന്നായിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും വന്നില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് ഇച്ചിരി വെറൈറ്റി ആയിട്ട് സംഭവം വന്നിട്ടുണ്ട്. നല്ല ഒരു എന്റർടൈൻമെന്റ് കണ്ട നമുക്ക് രാജ്യസ്നേഹം തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവം അതിൽ വിഷ്വലിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് ഫീൽ ചെയ്യും, അത് കറക്റ്റായിട്ട് ഒരു സ്ഥലം. പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോഴും ഇങ്ങനത്തെ ഒരു ടെക്നോളജി തന്നെ ഓരോ ദിവസം കഴിയുന്നതോറും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പം ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുള്ളത് തന്നെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റൂല. അപ്പം ഇതൊരു സംഭവം ഒരു നല്ലൊരു ഇതാണ്. നല്ല ഫിലിം കൊള്ളാം, നല്ല ഒരു എന്റർടൈൻമെന്റ് ഫിലിമാണ്. കൊള്ളാം, നല്ല പടം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദി ആക്ഷൻ പടം. ഒരു സെറ്റപ്പിലാണ്, ഇന്ത്യൻ ആർമിയുടെ സെറ്റപ്പ്. കൊള്ളാം, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. രാജ്യം കൊള്ളാം, സെറ്റപ്പായിട്ടുണ്ട്. ഒരു ആടുജീവിതം കഴിഞ്ഞതുപോലെ മൈക്കോറിൽ വരുമ്പോഴേക്കും നല്ല കാണാൻ ലുക്കാണ്, സെറ്റപ്പായിട്ടുണ്ട്.